അമ്മേ, ഇത് വളരെ സെൻസിറ്റീവ് സംഭവം. അദ്ദേഹം പറയുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ. തൽക്കാലം അത് വിശ്വസിക്കാം. അത്രേ നമുക്കിപ്പോ ചെയ്യാൻ പറ്റൂ. അമ്മേ, ഞാൻ പറയുന്നത് അദ്ദേഹത്തെ കുറച്ചു ദിവസത്തേക്ക്, 1-2 ആഴ്ചത്തേക്ക് വീട്ടിൽ കൊണ്ട് നിർത്താന്നാ. നീ എന്തൊക്കെയാ പറയുന്നേ? ബാലു പറയുന്നതും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ബാലു, അദ്ദേഹം ഇത്ര ആഗ്രഹത്തോടെ നമ്മുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ യാചിക്കും പോലെ നടക്കുമ്പോ പിന്നെ നാട്ടുകാരറിഞ്ഞാലും നമ്മളെ തന്നെയാവും കുറ്റപ്പെടുത്തുക. വേറെന്തെങ്കിലും വിഷമം കയറി ആത്മഹത്യയോ മറ്റോ ചെയ്താ? കുറച്ചു ദിവസം വീട്ടിൽ നിർത്താം ബാലു. പ്ലീസ്. എന്തോ? ഈ കോളനി നടക്കുന്ന സർവ്വകാര്യങ്ങളും നീ മണത്തറിയോന്ന് പറഞ്ഞിട്ട് ആ സുധാമണിയുടെ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട്? അല്ല, സുധാമണി ചേച്ചിയുടെ വീട്ടിൽ എന്ത് നടക്കുന്നു? കുറെ ദിവസമായിട്ട് പകലൊന്നും സുധാമണി വീട്ടിലില്ല. അവൾ എവിടെ പോകുന്നു? പറയാൻ നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? അതെ, സുധാമണി ചേച്ചി കാറ്ററിംഗിന്റെ വല്ല ആവശ്യത്തിന് പോകുന്നതായിരിക്കും പിള്ള സാറേ. ഇതുവരെ അവള് കാറ്ററിംഗ് തന്നെ ആണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഇതുപോലെ പോയിട്ടില്ലല്ലോ. ഇപ്പോഴേ അവളെ വീട്ടിൽ കാണാറേ ഇല്ല. അതുമല്ല, അന്നേ ഞാൻ സംശയകരമായി കണ്ട ആളില്ലേ, അതാരാ? അല്ല, അത് അതാ. ഇതാ ഞാൻ പറഞ്ഞത്. നീ വലിയ CID ആണെന്നും പറഞ്ഞ് നടന്നിട്ട് ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടായിട്ട് പോലും നീ അറിയുന്നില്ല. നോക്ക് പിള്ള സാറേ, സുധാമണി ചേച്ചി വന്നു. വാ വാ വാ. അയ്യോ, ഹലോ, ആരാ? ഞാൻ ആ സുധാമണിയുടെ വീട്ടിൽ വന്ന കാറ്ററിംഗിന് മറ്റോ ഓർഡർ കൊടുക്കാൻ വന്നതാണോ? എന്ത് കാറ്ററിംഗ്? ആ പോടോ. അവൻ ആ മുഖംമൂടി ഇവരെയാ ഞാൻ നടുത്തളത്തിൽ വെച്ച് കണ്ടത്. കൃഷ്ണമൂർത്തി. എന്താ പിള്ള സാറേ? ഇതാ കൃഷ്ണമൂർത്തി. ആരാ? സുധാമണിയുടെ ഭർത്താവ്. അവസാനം ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എന്റെ ജീവിതം ഏതോ പെരുവഴിയിലോ കടത്തിണയിലോ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വീട്ടിൽ കിടന്ന് മരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുന്നു. മോളെ, ഞാനിവിടെ തിരിച്ചെത്താൻ കാരണക്കാരി നീയാ. നന്ദിയുണ്ട് മോളെ, നന്ദിയുണ്ട്. അയ്യോ, എന്താ ഇത്? എന്നെ തൊഴാതിരിക്കൂ. മോളെ, നിങ്ങൾ 3 പേരും പ്രായം കൊണ്ട് എന്നേക്കാൾ താഴെയാണെങ്കിലും സ്വഭാവ മഹിമ കൊണ്ട്
എന്നേക്കാൾ എത്രയോ മുകളിലാ. നിങ്ങളെ കൈയെടുത്ത് തൊഴുക തന്നെ വേണം. 100 ജന്മം ജനിച്ചാലും എനിക്ക് സുധാമണിയോ ബാലുവോ അപർണമോളോ ആകാൻ സാധിക്കില്ല. വീടിന് വിളക്കായിട്ട് ചില സ്ത്രീകളുണ്ടാകുമെന്ന് പറയല്ലോ. സുധയും ഇപ്പതേ മോളും ഒക്കെ അങ്ങനെയുള്ള വിളക്കുകളാ. ആ വെളിച്ചത്തിലാ ഞാനിപ്പോ നിൽക്കുന്നത്. അതൊക്കെ ഇനി വിടാം. ഇനി കാര്യങ്ങൾ സംസാരിക്കാം. പറയുമ്പോ വിഷമം തോന്നണ്ട. പൂർണ്ണ മനസ്സോടല്ല ഇവിടെ വരാൻ ഞങ്ങൾ സമ്മതിച്ചത്. തീരെ നിവൃത്തിയില്ലാതായിപ്പോയി, പെട്ടുപോയി. ഞങ്ങളായിട്ട് പെട്ടതാണോ അതോ ഞങ്ങളെ അങ്ങ് പെടുത്തിയതാണോ എന്നൊക്കെ ഇനി തിരിച്ചറിയാൻ കിടക്കുന്നേ ഉള്ളൂ. മോനെ, ഞാൻ നിങ്ങളെ കെണിയിലാക്കിയെന്നാണോ നീ പറയുന്നത്? പെട്ടത് ഞാനാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് വിധി എന്നെ പെടുത്തിക്കളഞ്ഞു. പറഞ്ഞില്ലേ, നിങ്ങളുടെ 7 അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. സമസ്ത അപരാധവും ഏറ്റു പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. നാടൻ ഭാഷയിൽ പറയുമല്ലോ, ശിഷ്ടകാലം എവിടെയെങ്കിലും ചുരുണ്ടുകൂടണമെന്ന്. അങ്ങനെ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടുകൂടി ശിഷ്ടകാലം തീർക്കാനാ ഞാൻ എത്തിയത്. ആർക്കും ഞാനൊരു ശല്യമാവില്ല. നീ എന്താ സുധേ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എനിക്ക് പറയേണ്ടതെല്ലാം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രാർത്ഥന പലതും ദൈവം കേട്ടിട്ടില്ല. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന റിസ്ക് എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നീ എന്താ മോനെ അന്യരോട് സംസാരിക്കുന്ന പോലെ അച്ഛാ എന്ന് വിളിച്ചൊന്ന് സംസാരിച്ചൂടെ? ഒരച്ഛൻ മക്കളോട് കാണിക്കേണ്ട കടമ എന്തെങ്കിലും നിങ്ങൾ ഞങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? ഒരു നിമിഷമെങ്കിലും ഞങ്ങളുടെ അച്ഛനായിട്ട് ജീവിച്ചിട്ടുണ്ടോ? മക്കൾ ആരാധിക്കേണ്ട ആളാ അച്ഛൻ. ഒരു കടുക് മണിക്ക് പോലും സ്നേഹം കാണിച്ചിട്ടില്ല മക്കളോട്. ദയവ് കാണിച്ചിട്ടില്ല. ഉത്തരവാദിത്തങ്ങൾ പോലും കാണിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അവസാനം അച്ഛനാണെന്ന് വിളിച്ചില്ല പോലും. മനസ്സില്ല വിളിക്കാൻ. ബാലു, വേണ്ട മോളെ, ബാലുമോൻ പറയുന്നത് 101% സത്യമായ കാര്യങ്ങളാ. എത്ര ശകാരിച്ചാലും അതധികമാവില്ല. ഈ പറയുന്നൊന്നും ഉള്ളിത്തട്ടി പറയുന്നതൊന്നും അല്ലെന്ന് എനിക്ക് നല്ല വ്യക്തമാണ്. എന്തായാലും ഒരു വലിയ റിസ്കാ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നത് ആരാണെന്ന് വലിയ സംസാരം ഉണ്ടാവും. ഈ കോളനിയിൽ ഊഹാപോഹങ്ങൾ ഉണ്ടാവും. പിന്നെ ഇവിടെ കുറച്ചു പേർക്ക് നിങ്ങളെ അറിയാലോ. അവരും കഥകളുണ്ടാക്കും. ഒക്കെ അറിയാം മോനെ, ഒക്കെ അറിയാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ അധികം പുറത്തിറങ്ങി നടക്കരുത്. നടക്കില്ല. നിങ്ങളൊരു വര വരയ്ക്കും. ആ വരയ്ക്കപ്പുറം ഒരു ചുവട് പോലും ഞാൻ വെക്കില്ല. കളിയാക്കണോ? അല്ല മോനെ, അച്ഛൻ സത്യം പറഞ്ഞതാ. ലോകത്ത് ഞാൻ ആരെയൊക്കെ കളിയാക്കിയാലും ഒരിക്കലും നിങ്ങളെ കളിയാക്കില്ല. ബാലു ഒന്ന് വന്നേ. അമ്മേ വാ. വാ. ഗൂഢാലോചന നടത്താൻ പോവുകയാണല്ലേ? എടാ ബാലു, എടി സുധേ, നിങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ പോകണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. കുറെ ദിവസത്തേക്ക് ആളിനെ പുറത്തേക്ക് വിടരുത്. കാവലിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൂടെ വേണം. എന്റെ ഭഗവാനെ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശക്തിയോ നടക്കുന്ന പോലൊരു തോന്നല എനിക്ക്. അമ്മ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്ക. ഞങ്ങളെ കൂടെയല്ലേ. പുള്ളി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമ്മൾ ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സത്യമാ മോനെ, 100% സത്യ. ഇത് ശരിയായ രീതിയല്ല.
എന്താ മോനെ? ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് നിങ്ങൾ എന്തിനാ ഒളിഞ്ഞു കേൾക്കാൻ നോക്കിയത്? അയ്യോ മോനെ, സത്യമായിട്ട് അച്ഛൻ മനസ്സാ വാചാ കർമ്മണ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വന്നതല്ല. എന്റെ വീട്, നിങ്ങളൊക്കെ എന്റെ വീട്ടുകാർ, അങ്ങനെ മാത്രമേ ഈ അച്ഛൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഒന്നും മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയേ ചെയ്യുമായിരുന്നുള്ളൂ. ഞാൻ മനസ്സിൽ ഒന്നും വെക്കാതെ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ആലോചിച്ച് വേറൊന്നുമല്ല, പുറത്തേക്ക് ഇറങ്ങുകയോ മറ്റാരുടെയും കണ്ണിൽ പെടുകയോ ചെയ്യാതിരിക്കാൻ ഒന്ന് നോക്കണം എന്നാ. അതാ ഞങ്ങൾ ആലോചിച്ചത്. ആ പിള്ളാന്ന് പറയുന്ന ആള് മഹാവേഷമാ. എന്തെങ്കിലും ചെറിയൊരു തുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഒന്നും പേടിക്കണ്ട എന്റെ മക്കൾ, അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. ഈ സുധാമണിയുടെ തലയിൽ തൊട്ട് വേണേൽ ഞാൻ സത്യം ചെയ്യാം. വേണ്ട, എന്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്യണ്ട. സോറി സുധേ, ഞാൻ അത് ഓർമ്മിച്ചില്ല. ഇതാ എന്നെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. എന്നാണ് സത്യം, ഞാൻ ശ്രദ്ധിച്ചോളാം. കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. ഇതവൻ തന്നെ, ആ കൃഷ്ണമൂർത്തി. ഉറപ്പാ, ഞാനങ്ങോട്ട് പോകാൻ പോവാ. അവനെ ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കും. നിങ്ങളൊന്ന് സമാധാനപ്പെട്. എന്താ ഏതാന്നൊക്കെ ഒന്ന് വ്യക്തമാവട്ടെ. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അത് കൃഷ്ണമൂർത്തിയാണെന്ന്. തോന്നിയതോ? എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. കുഴപ്പമുള്ളത് എന്റെ കാതിനാ. ആ കുഴപ്പം സംഭവിച്ചത് അവൻ കാരണമാണ്. അന്നത്തെ ആ പ്രശ്നത്തിൽ അവൻ എന്നെ വേണ്ട, നിന്നെ വലതുകൈ കൊണ്ട് തല്ലിയ എന്റെ കൈ നാറും. നിനക്ക് പറ്റിയത് അന്ന് അവൻ എന്നെ തല്ലിയതിന് ഇന്ന് ഞാൻ പകരം ചോദിക്കും. സാറേ ഇപ്പൊ എടുത്തു ചാടി പോവണ്ട. ഇതൊക്കെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. ഓ സാറേ, ഇപ്പൊ എടുത്തു ചാടി പോവണ്ട. ഇതൊക്കെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പൊ മനസ്സിലായി. എനിക്കറിയാം എന്ത് ബുദ്ധിയാ ഉപയോഗിക്കേണ്ടതെന്ന്. ഈ കോളനി മുഴുവൻ കച്ചവടം അടിക്കാനേ വിലയും പറഞ്ഞു നിൽക്കുക. ഞാൻ പ്രമാണത്തിന്റെ കോപ്പിയും കൊടുത്തു. അപ്പോഴാ ചത്തൂന്ന് വിചാരിച്ചവൻ കേറി വന്നിരിക്കുന്നത്. സുഭാഷിണി, നീയേ കോളനിക്കാരെ മുഴുവൻ പറഞ്ഞിളക്കണം. ഇങ്ങനെ ഒരു ക്രിമിനൽ ഈ കോളനിയിലുണ്ടെങ്കിൽ തീർന്നില്ലേ ഇവിടുത്തെ സമാധാനം. അച്ഛാ, ഒന്ന് വെറുതെ ഇരിക്ക അച്ഛാ. കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. മിണ്ടായിരടി, നിനക്കൊക്കെ ഒരു കൂർ അങ്ങോട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ശരിയാ. ഇനി ഈ കോളനിയിൽ ഒരു കൃഷ്ണമൂർത്തിയെയും ഈ പിള്ള വളർത്തില്ല. ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പിള്ള സാറേ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. സുഭാഷിണി, നീ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഓ ശ്യാമളേച്ചി, പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഈ നിൽക്കുന്ന പിള്ള സാറിനല്ല. പിന്നെ അതെ, നമ്മുടെ അപർണയുടെ വീട്ടുകാരെയാ, സുധാമണി ചേച്ചിയുടെ മരുമോളുടെ വീട്ടുകാരെ. അവരാണ് ഈ പുതിയ കഥാപാത്രത്തിനെ കുറിച്ച് അറിയേണ്ടത്. അവരറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മളൊന്നും അറിയണ്ട. അതെ എന്റെ സാറേ, സുധാമണിയുടെ ഭർത്താവ് മരിച്ചെന്നാണല്ലോ അപർണയുടെ വീട്ടുകാര് വിശ്വസിച്ചിരിക്കുന്നേ. അപർണയുടെ വീട്ടുകാര് മാത്രമല്ല, നമ്മള് കോളനിക്കാര് മുഴുവൻ അങ്ങനെയല്ലേ വിശ്വസിച്ചിരിക്കുന്നേ. ഇപ്പൊ അയാളിതേ തിരിച്ചു വന്നു. ഈ വിവരം അപർണയുടെ വീട്ടുകാരറിഞ്ഞ അവരടങ്ങിയിരിക്കോ? നമ്മൾ മിണ്ടാതെ നിന്നാ മതി, ബാക്കി കാര്യങ്ങൾ അവര് നോക്കിക്കോളും. തമ്മിൽ അടിച്ചോളും. സുഭാഷിണി ചേച്ചി, ബഹളമൊന്നും വേണ്ട. നീയെ അവരെ വിളിച്ചറിയിക്ക്. എന്റെ രീതി ഞാൻ കാര്യങ്ങൾ നീക്കാം. അതെ, അവരുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞാ മതി. പുള്ളിക്കാരനൊരു വഴുവഴുപ്പനാ, നിർഗുണ പരബ്രഹ്മം.
അറിയിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് വിളിച്ചറിയിക്കേണ്ട കക്ഷി വേറെയാ. സാറേ, അതൊക്കെ എനിക്ക് വിട്ടു തന്നാ മതി. അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്തേക്കാം. ഉറപ്പല്ലേ? ശരിയെന്നാ. ഞാൻ അവനെ ഇവിടെ താമസിപ്പിക്കില്ല. അവന്റെ അന്ത്യം ഈ കൈ കൊണ്ടായിരിക്കും. ഹലോ ഹലോ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ശബ്ദം വച്ചിട്ട് എന്തെങ്കിലും ഊഹം കിട്ടുന്നുണ്ടോന്നൊന്ന് നോക്കിയേ. ആരെ വിളിക്കുന്നെന്ന് പറയടി. ചില ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഫോൺ എടുക്കുമ്പോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ശബ്ദം കേട്ട് ഊഹിക്കാമോ? ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കൊനഷ്ട ചോദ്യങ്ങളും കൊണ്ട് ഇറങ്ങിക്കൊള്ളും. എന്റെ ശബ്ദം തന്നെ എനിക്കിവിടെ അറിഞ്ഞൂടാതെ നിൽക്കുക. അപ്പോഴാ വേറെ വല്ലവളുടെ ശബ്ദം അറിയാവോന്ന് ചോദിക്കുന്നത്. സരോജിനി ചേച്ചി, ഇത് ഞാനാ, ഒറ്റവീട് കോളനിയിലെ സുഭാഷിണി. അയ്യോ അയ്യോ, സുഭാഷിണിയോ? ഇപ്പൊ മനസ്സിലായോ? അയ്യോടി, ഞാൻ അതല്ലേ ആലോചിച്ചത്. ശബ്ദം എനിക്ക് നല്ല പരിചയം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് മോളെ സുഭാഷിണി വിശേഷങ്ങള്? അയ്യോടി, ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സുള്ളവരാണെന്ന്. സത്യം ചേച്ചി, ഞാനും ചേച്ചിയെ കുറിച്ച് എന്നും വിചാരിക്കും. അയ്യോ, പിന്നെ ഇപ്പൊ വിളിക്കാൻ പ്രത്യേകിച്ച് കാരണമല്ലോ ഉണ്ടോടി? പിന്നല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കാര്യമില്ലാതെ ഈ സുഭാഷിണി ചേച്ചി വിളിച്ച് സമയം മെനക്കെടുത്തോ? അതെ, ഒരു കൂട്ടം പറയാനുണ്ട്. ആണോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. അതെ, നിങ്ങൾ കേറി തൊഴുതിട്ട് വാ. എനിക്ക് ഇന്ന് അമ്പലത്തിൽ കേറിക്കൂടാ, വാലായിക ഉണ്ട്. എന്ത് വാലായിക? എന്റെ വകയിലൊരു ചെറിയച്ഛൻ മരിച്ചുപോയി, കൊലയുണ്ട്. അത് പറയാനാ എന്റെ അമ്മായിയുടെ മോള് സുഭാഷിണി വിളിച്ചത്. ഏത് ചെറിയച്ഛൻ? ഏത് സുഭാഷിനെയാ വിളിച്ചത്? ഓ, എന്റെ പൊന്നെ, അവരെ ഒന്നും നിനക്ക് അറിഞ്ഞൂടാ. നീ അവനെ വിളിച്ച് തൊഴുതിട്ട് വാ. എന്തായാലും ഞാൻ ഇന്ന് അമ്പലത്തിൽ വരുന്നില്ല, എനിക്ക് പൊലയുള്ളതാ. ചെല്ലു ചെല്ലു, പോടാ പോ. നിങ്ങൾ പോകച്ചേ, പോ. ചെല്ലു. നേരെ നോക്കി പോണേ. സുഭാഷിണി, നീ പറ, കാര്യം പറ. അതെ, ചേച്ചിക്ക് അറിയാലോ, എനിക്കൊരു മനുഷ്യനെ കുറിച്ച് ദോഷം പറയുന്ന ഇഷ്ടമേ അല്ല. ഇവിടെ കണ്ട കാര്യം അവിടെ പറയാനും ഞാനില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടും ഒരേ മനസ്സാണെന്ന്. നീ കാര്യം പറയാങ്ങോട്ട്. അതെ ചേച്ചി, ഈ മരിച്ചവര് തിരിച്ചു വരുമെന്ന് പറഞ്ഞ ചേച്ചി എന്ത് പറയും? വേറെ ആരെങ്കിലും പറയുന്നതെങ്കിലേ ആ പറയുന്നവർക്ക് വട്ടാണെന്ന് പറയും. ഇവിടെ ഇപ്പൊ പറയുന്നത് നീ ആകുമ്പോ അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അല്ല, എന്താ കാര്യം? ഏത് മരിച്ച ആളാ തിരിച്ചു വന്നേ? അല്ല, അങ്ങനെ ഒരാൾ തിരിച്ചു വന്നെങ്കിലേ അയാളെ എനിക്കൊന്ന് കാണണമല്ലോ. അതെ ചേച്ചി, മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന ആളിനെ കാണണോ? ചേച്ചി ഇങ്ങോട്ട് വാ, കോളനിയിലേക്ക് വാ. അയ്യോ, അതെന്താ സുഭാഷിണി നീ അങ്ങനെ പറയുന്നേ? എടി, ഒന്ന് വ്യക്തമായിട്ട് പറയടി. ചേച്ചി, സുധാമണിയുടെ ഭർത്താവ് മരിച്ചുപോയ കൃഷ്ണമൂർത്തി, അയാൾ തിരിച്ചു വന്ന സരോജിനേച്ചി. ചേച്ചിയുടെ ചെറുമോള് അപർണ മോളുടെ അമ്മായി അച്ഛൻ കൃഷ്ണമൂർത്തി മരിച്ചുപോയെന്നല്ലേ കരുതിയിരുന്നത്. അയാൾ ഇങ്ങ് തിരിച്ചു വന്നു. അയ്യോ,